അറിയോ, പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 വക്ത് നിസ്കാരം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അമാലുകളിൽ മഹത്വമുള്ള അമലേതാണെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ വാങ്ങി കൊടുത്ത ഉടനെയുള്ള സമയത്തിന്റെ ടൈമിന്റെ തുടക്കത്തിലുള്ള നിസ്കാരമാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ നിസ്കാരം അതേ മുസ്ലിമിൻ കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം നിസ്കാരമാണെന്ന് പറഞ്ഞില്ലേ? പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാം അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജില്ലയോ, ആ ഹജ്ജ് നിർവഹിച്ചാലും ഇതുപോലെ ഇത്വാഅത്തുൽ അംരിഹി അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. നോമ്പനുഷ്ഠിച്ച ആളുകളെ പറ്റിയും അങ്ങനെ പറയാം. സകാത്ത് കൊടുക്കുന്ന ആളുകളെ പറ്റിയും ഇത്വാഅത്തുൽ അംരിഹി അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേസമയം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്വാഅത്തുൽ അംരിഹി അല്ലാഹുവിന് വഴിപ്പെടലോടുകൂടി വത്തിബാഉൽ ലിഫിഅലിഹി അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം ഇതുപോലെ കമാ ഖാല തആല ഫിൽ ഖുർആനിൽ മജീദ് സൂറ അഹ്സാബിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ച വിഷയമാണ് അവര് ചെയ്യുന്നതെന്നത് വലിയ ബഹുമാനം തന്നെ, വലിയ ആദരവ് തന്നെ. അതുകൊണ്ട് സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഏത് അമാലുകളും കബൂലാകാൻ നിയ്യത്ത് ലാസിമാണെങ്കിൽ, നിയ്യത്ത് നിർബന്ധമാണെങ്കിൽ സ്വലാത്തിന്റെ സ്വീകാര്യതയ്ക്ക് നിയ്യത്തിന്റെ പ്രശ്നമേ ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ ഫളലാണ് കേട്ടോ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ കൈഫ കാന ബദഉൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന ഹെഡിങ്ങിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസല്ലയോ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്താണത് പഠിപ്പിക്കുന്നത്? നിസ്കരിക്കാൻ, കുളിക്കാൻ, നോമ്പനുഷ്ഠിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ, ഇങ്ങനെ ഏതേത് വിഷയങ്ങളുണ്ടോ മുഴുവത്തിന്റെയും സിഹത്തിന്, മുഴുവനും സഹീഹാകാൻ, സ്വീകാര്യമാകാൻ നിയ്യത്ത് നിർബന്ധമാണ്, ലാസിമാണ്. എന്നാൽ നിയ്യത്തില്ലാതെ ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടിക്കളയാത്ത വലിയ ബഹുമാനമുള്ള ഒന്ന്, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. കാരണം വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, രോഗങ്ങൾ സുഖപ്പെട്ടു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, കാര്യങ്ങൾ അതാ എല്ലാം സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സദാ പരിഹരിക്കാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവനെ ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് അറിയുമ്പോഴാണോ? അതെ, 2 കിഡ്നിയും തകർന്ന്
ഡയാലിസിസ് പോലും നടക്കൂലെന്ന് പറഞ്ഞ് ഡയാലിസിസ് ബ്ലോക്കാണ്, കിഡ്നി മാറ്റിവെക്കണമെന്ന റിപ്പോർട്ട് ഡോക്ടർമാരിൽ നിന്ന് അറിയുമ്പോഴാണോ മനസ്സ് തകരുന്നത്? ഏറ്റവും പേടിപ്പെടുത്തുന്ന സമയം അതാണോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം? അല്ല അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന സമയം അത് സകറാത്തിന്റെ ടൈമാണ് മുസ്ലിമീങ്ങളെ. മരണത്തിന്റെ വഖത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ആ സമയം ചിന്തിച്ച്, മരണത്തിന്റെ സമയം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ സകറാത്തിന്റെ സമയം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് വലിയ ബഹുമാനത്തോടെ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ഉമ്മമാരുണ്ടോ? മുസ്ലിം സഹോദരന്മാരുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് പറയുന്നത്, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ നിറക്കൂ. മഹാന്മാര് പറഞ്ഞതുപോലെ അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ്? ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അമാലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള അമൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞോട്ടെ, അള്ളാന്റെ ഹബീബിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാൻ പറ്റില്ല, അഴിബത്ത് പറയാൻ പറ്റില്ല, ഫിതന ഉണ്ടാക്കാൻ പറ്റില്ല, ഫസാദ് ഉണ്ടാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കുറവാക്കാൻ പറ്റില്ല. അമ്പിയാക്കളുടെ അനന്തരക്കാരായ അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ ആദരവ് പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ. ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അവരെ മനസ്സ് വേദനിപ്പിക്കണ്ട. കാരണം ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാത്തത് അല്ലാഹ് പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകരുത്. നിങ്ങൾ കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, മധു വെക്കണ്ട. അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങൾ ഖുർആൻ ബോധ്യപ്പെടുത്തിയില്ലയോ? അത്തരക്കാരിൽ നിന്ന് ഈമാൻ അല്ലാഹു മാറ്റിവെക്കുമെന്ന് പരിശുദ്ധരായ തങ്ങൾ പറഞ്ഞില്ലയോ? അവരായുസ് ചുരുക്കപ്പെടും, അഭിമാനം നഷ്ടപ്പെടുത്തും, മാരക രോഗത്തിന്റെ ഇരകളാക്കും. അങ്ങനെ തുടങ്ങി കടുകടുത്ത പരീക്ഷണം ദുനിയാവിൽ നിന്ന് പരീക്ഷിച്ച് ഖബറിലെ അദാബ് വലിയ ശക്തമായ അദാബാണ് കേട്ടോ. ഇത് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടമാണ്.
മുസ്ലിം പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം സിന വർദ്ധിച്ച ലോകമല്ലയോ? വയക്ഫുറു സിന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ എല്ലാം നാട് നീളെ വ്യാപകമാണ്. മുസ്ലിം പെണ്ണതാ പരിഷ്കാരിയായിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് അതേ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ എത്ര? ഞാൻ പറയട്ടെ, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന കർണാടകയിലെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, ഇല്ല ഇല്ല, അല്ലാഹു മാപ്പ് തരില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനും അല്ലാഹ് കടുകടുത്ത നിരക്ക് അവരെ ലഅനത്ത് ചെയ്തു പോയി. അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചു പോയി. ഇങ്ങനെ നീ മേക്കപ്പും ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും അതാ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് പറഞ്ഞ് നരക വിഭാഗത്തിലെ പ്രധാനികളാണ് ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിന്റെ തുടക്കം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിന്റെ അവസാനം നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദ്ഖുൽനൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ലാഹ് മൻഅ ചെയ്തു കഴിഞ്ഞു, അവർക്ക് സ്വർഗപ്രവേശനമില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയണം, ഇന്ന് ഈ സദസ്സിലും തൊപ്പിവെച്ച മുസ്ലിം ചെറുപ്പക്കാരൻ, ടവ്വല് കെട്ടിയ മുസ്ലിം ചെറുപ്പക്കാരൻ, നിന്റെ തൊപ്പിയും ടവ്വലും ഒന്ന് മാറ്റിയാൽ സുബ്ഹാനല്ലാഹ് അവര് ഏത് ഭ്രാന്തമായ കോലമാണ് കെട്ടിയിട്ടുള്ളത്, ആരെയാണ് അനുകരിച്ചിട്ടുള്ളത്? മുസ്ലിം ചെറുപ്പക്കാരന്റെ തലമുടി കണ്ടാൽ മുൻവശം അതാ തൊപ്പി പോലെ മുൻവശം ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് ബാക്കിൽ സൈഡും ബാക്കൊക്കെ ചെറുതാക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരനതാ മുടി ഇങ്ങനെ പരിഷ്കാരത്തിൽ കട്ട് ചെയ്യുന്നു, ഹെയർ സ്റ്റൈൽ. ഞാൻ പറയട്ടെ, ഇത് മുസൽമാന് പറ്റിയ കട്ടിംഗ് അല്ല, ഇത് അല്ലാഹ് പൊരുത്തപ്പെട്ട കോലമല്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് ഉൾപ്പെടെ സ്വാലിഹീങ്ങൾ മുഴുവനും അത്തരം മുടി കൊണ്ട് കളിക്കുന്ന പുരുഷന്മാരെ ശപിച്ചു കഴിഞ്ഞു. അവർക്ക് കടുത്ത നാശമാണ് കേട്ടോ. ചെറിയ 2-3 വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം ഉമ്മമാർ ഈ രൂപേണ ഞാൻ പറഞ്ഞതുപോലെ സൈഡ് ഭാഗവും ബാക്കും ചെറുതാക്കി ഫ്രണ്ട് ഭാഗം ഉയർത്തിയിട്ട് മുടി കട്ട് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് കഥാ കളിപ്പിക്കുന്നു. ഇത് മുസൽമാന് പറ്റിയ കോലമല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല, ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തോ, മുസ്ലിം ചെറുപ്പക്കാരെ, ആരെങ്കിലും ഈ രൂപേണ മുടി കൊണ്ട് കളിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ ശരിയാക്കി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ഈമാനോടെ ജീവിച്ചോ. ഒരു പലിശയും ലോണും ഇൻട്രസ്റ്റും വേണ്ട. സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ
പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് ഊതിയാൽ പിന്നെ പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് ഉച്ചകൾ വന്ന് അതേ ശരിക്കും മലർന്ന് കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറിൽ നീ വല്ലാതെ ഉച്ചിന്റെ കൊത്തുകൊണ്ട് വല്ലാതെ ഭീതിപ്പെടുമ്പോൾ, വിഷമിക്കുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തൂല, ഒരു റെക്കമെന്റും നടക്കൂല, ഒരാളുടെയും സഹായമില്ല. അവിടെ സഹായത്തിന് വേണ്ടി അള്ളാഹ് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. അവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണോ? അവിടത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ആഗ്രഹമുണ്ടോ? അർശിന്റെ തണൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? തങ്ങളെ കൂടെ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഹറാം സ്റ്റോപ്പ് ചെയ്യൂ, തഖ്വയിലായി ജീവിക്കൂ, വറഇലായി സൂക്ഷ്മതയിൽ ജീവിക്കൂ. അള്ളാന്റെ കൽപ്പനകൾ മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. തങ്ങളെ സ്നേഹിച്ച് അങ്ങനെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, അവിടുന്ന് പറഞ്ഞതുപോലെ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. നിനക്ക് ഒരു മുസ്ലിം ജീവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിന്റെ അഹലുകാരാണെന്നോ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് നരകത്തിന്റെ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ റജബിന്റെ പോരിശ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നിന്റെ വലിയ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണമല്ലോ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഒരുപാട് കാലം അഹ്ലുസുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി തരണം അല്ലാഹ്.